ഹലോ മൈ ഡിയർ ക്ലാസ് 8 ഫാമിലി മക്കളെ, മലയാള സെക്കൻഡ് എക്സാം ആണ് എൻ്റെ മക്കൾ മുന്നിലേക്കുള്ളത്. എങ്ങനെ മലയാള സെക്കൻഡ് നിങ്ങൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് എഴുതാം എന്നുള്ള ഒരു കുഞ്ഞു ഷോർട്ട് വീഡിയോ. സാറിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾക്ക് എങ്ങനെ കുറച്ചുകൂടെ നന്നായിട്ട് മലയാള സെക്കൻഡ് ആൻസർ ഷീറ്റിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാം എന്നുള്ള കാര്യം ഹരി സാർ എൻ്റെ മക്കൾക്ക് വേണ്ടി സെറ്റാക്കി തരുന്നതായിരിക്കും. അതിനുശേഷം നമുക്കറിയാം 23-ാം തീയതി ഞങ്ങൾ എല്ലാവരും വരുന്നതായിരിക്കും. ഹരി സാർ വരുന്നതായിരിക്കും, മേഘ മിസ് വരുന്നതായിരിക്കും, അദ്രി സാർ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട് 23-ാം തീയതി അഥവാ ഞായറാഴ്ച നിങ്ങൾ വരുന്നതായിരിക്കും എൻ്റെ മക്കൾക്ക് സെറ്റാക്കി തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്യാം. ഞങ്ങൾ റെഡിയാണ്, വി ആർ റെഡി എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം, എന്ത് എഴുതിയിടുക. അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചോളൂ മക്കളെ. നമ്മൾ മലയാളം സെക്കൻഡിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40-ൽ 40 മാർക്കാണ്. നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 40 എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സാർ എനിക്കും അറിയാം, എൻ്റെ മക്കൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം, ഹരിസാറിനും അറിയാം. അപ്പൊ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ അറിയേണ്ടത് 17 ചോദ്യങ്ങൾ നിങ്ങൾ മുന്നിലേക്ക് ഇങ്ങനെ ഡിം എന്ന് പറഞ്ഞു വരും. ആ 17 ചോദ്യങ്ങളിൽ നിങ്ങൾ 40 മാർക്ക് മേടിക്കേണ്ടതായിട്ടുണ്ട്. 17 ചോദ്യങ്ങളിൽ 40 മാർക്ക് മേടിക്കേണ്ടതായിട്ടുണ്ട്. അതിന് എസ്സേ, ഷോർട്ട് എസ്സേ, വൺ വേർഡ്, കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഈ 17 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ കാണുന്നതാണ്. എത്ര മണിക്കൂർ നിങ്ങളുടെ മുന്നിലുണ്ട്? 1.5 മണിക്കൂറേ ഉള്ളൂ. എത്രയുള്ളത്? 1.5 മണിക്കൂറുള്ളൂ. 1.5 മണിക്കൂർ കൊണ്ട് തന്നെ മക്കൾ 17 ചോദ്യങ്ങളും അറ്റംപ്റ്റ് ചെയ്തിട്ട് 40 ഔട്ട് ഓഫ് 40 മേടിക്കുന്ന കാര്യത്തിൽ അത് നിങ്ങളെ കൊണ്ട് സാധ്യമാവുന്നുള്ള കാര്യത്തിൽ ഞങ്ങളുടെ ലൈവ് നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ 23-ാം തീയതി ലൈവ് നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ, ഹരിസാർ പറയാണ്, നിങ്ങളെ മനസ്സിലേക്ക് ഓരോ ചാപ്റ്ററിന്റെ ആശയങ്ങളും ഇങ്ങനെ മണി പോലെ എൻ്റെ മക്കളെ മുന്നിലേക്ക് കയറുന്നതായിരിക്കും സാറാ പറയണം. അങ്ങനെയാണെങ്കിൽ പിടിച്ചോളൂ. ഇവിടെ സാർ നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു കാര്യം പറഞ്ഞതിനുണ്ട്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മലയാളം സെക്കൻഡ് എക്സാം എഴുതുന്നതിന് മുന്നേ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടായി വരേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ആ പോയിന്റുകൾ എൻ്റെ മക്കൾ സൂക്ഷിച്ചു വെച്ചോളൂ. ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് മലയാള സെക്കൻഡ് 40-ൽ 40 എന്ന മാർക്ക്, ആ ഒരു അടിപൊളി മാർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തത് ആശയധാരണ എന്ന് പറയുന്ന സാധനമുണ്ട്. എന്താ സാർ ആശയധാരണ? ഒരു പാഠഭാഗം പഠിക്കുമ്പോൾ ഒരു പാഠഭാഗത്തിലെ ആശയങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കേർട്ടസി, ഒരു കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടൊരു ധാരണയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കഥ അങ്ങോട്ട് ഡിം എന്ന് പറഞ്ഞ് പഠിച്ചു. ആ കഥ പഠിക്കുമ്പോൾ ആ കഥയിൽ എന്താണ് എന്ന് അറിയാതെ വെറുതെ വായിച്ചു വിട്ടിട്ട് പരീക്ഷ ഹാളിൽ പോയിരുന്നിട്ട് മുന്നിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അയ്യോ ഇതെന്താന്ന് പറഞ്ഞിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആശയധാരണ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ 23-ാം തീയതി നിങ്ങൾ അറിഞ്ഞിരിക്കുക മക്കളെ, നമ്മൾ 23-ാം തീയതി എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചാപ്റ്ററിന്റെ, അതായത് സൺഡേ ആട്ടോ, ഈ വരുന്ന സൺഡേ ആണ്, ഈ വരുന്ന സൺഡേ നിങ്ങളെ മുന്നിലേക്ക് കംപ്ലീറ്റ് ചാപ്റ്ററിന്റെ ആശയങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ഞങ്ങൾ 3 ആൾ വരുന്നതായിരിക്കും. ഞാനുണ്ടാവും, മേഘ മിസ്, അദ്രി സാർ. ഓക്കെ, അത് കൂടെ നിങ്ങൾ ആ ഒരു 23-ാം തീയതി സൺഡേത്തെ ലൈവ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആശയധാരണ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ചാപ്റ്ററിന്, ഏത് ചാപ്റ്റർ എന്നാണോ, അത് കവിത ആയിക്കോട്ടെ, കഥയായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിലേക്ക് ആശയങ്ങൾ ഇങ്ങനെ ഈ മണി പോലെ ഇഞ്ചക്റ്റ് ആയി കയറുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സീക്രട്ടും ഞങ്ങൾ അവിടെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി. അപ്പം 23-ാം തീയതി നിങ്ങൾ വന്നോളൂ, സൺഡേ. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മാതൃകാ ചോദ്യങ്ങൾ എന്നുള്ളത്. എന്താ സാർ മാതൃകാ ചോദ്യങ്ങൾ? മോഡൽ പേപ്പേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയും. ആ മോഡൽ ക്വസ്റ്റ്യൻസിലൂടെ, സാധ്യതാ പേപ്പറിൽ അല്ലെങ്കിൽ സാധ്യതാ ചോദ്യങ്ങളിലൂടെ നിങ്ങൾ അറിയുകയാണ് എങ്ങനെ മലയാളം സെക്കൻഡ് എഴുതാം എന്നുള്ളത്. മലയാളം സെക്കൻഡിൽ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, അതിനെങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, സമീപിക്കാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ മാതൃകാ ചോദ്യങ്ങളിലൂടെ മനസ്സിലാക്കിയെടുക്കുന്നതായിരിക്കും. ഫൈൻ, റെഡി. അതെങ്ങനെ സാർ സാധ്യമാവുക? നമുക്കറിയാം മക്കളെ, തൊട്ട് അടുത്ത ദിവസം 24-ാം തീയതി മൺഡേ അഥവാ നമ്മുടെ തിങ്കളാഴ്ച നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി മലയാളം സെക്കൻഡിന്റെ കംപ്ലീറ്റ് ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങൾ 3 ആളും വരുന്നതായിരിക്കും എൻ്റെ മക്കളെ മുന്നിലേക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക മക്കളെ. ആശയധാരണ ഉണ്ടായിരിക്കുക ഒരു ചാപ്റ്ററിനെ പറ്റി നിങ്ങൾ പഠിക്കുമ്പോൾ. രണ്ടാമത്, ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതോ ഒരു മാതൃക, ഒരു മോഡൽ നിങ്ങൾ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, സമയ ക്രമീകരണം. എങ്ങനെയാ സാർ സമയം ക്രമീകരിക്കുക? ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഏത് പരീക്ഷ ഈ പറഞ്ഞ മലയാളത്തിനാണ്, ഈ മലയാളം സോഷ്യലിലേക്കാണ് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അപ്പം മലയാളത്തിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക മക്കളെ, ഒരു ചോദ്യം എഴുതുമ്പോൾ ആ ചോദ്യത്തിന് ആവശ്യമില്ലാത്തൊരു വിവർത്തനമോ ആവശ്യമില്ലാത്ത ഡെഫിനിഷൻസ് ഒന്നും കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ആ ചോദ്യത്തിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതാം. ഒരു എസ്സേ ചോദിക്കുകയാണെങ്കിൽ, ഒരു ഉപന്യാസം നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണെങ്കിൽ, ഒരു കുറിപ്പ് എഴുതാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? വളരെ സിമ്പിളായിട്ട് അതെന്താണെന്ന് മാത്രം എഴുതി വെക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാധനം നിങ്ങൾ എഴുതി വെക്കാതിരിക്കുക. മാക്സിമം ഒരു 2 പേജ്, 6 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതെങ്കിൽ മാക്സിമം പോയാൽ ഒരു പേജിൻ്റെ ഈ വശം അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതും സമയം ക്രമീകരിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഒരു 15 മിനിറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ 15 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എഴുത്ത് നിർത്തിക്കോ, എന്നിട്ട് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഓക്കെ ഫൈൻ റെഡി. അങ്ങനെയാണെങ്കിൽ സമയക്രമീകരണം സെറ്റ് ആക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ലൈവിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും. വന്നോളുക, അടിപൊളി ആയിക്കോളൂ. ഓക്കെ, അധിക ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ പറഞ്ഞിട്ടുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ. സാർ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ സാധനം കൂടെ കാണാൻ പറ്റുമല്ലോ, കാണാൻ പറ്റും. അതെങ്ങനെയാണ് നിങ്ങൾ എഴുതാം? ആവശ്യമില്ലാതെ നിങ്ങൾ അല്ലെങ്കിൽ എന്നുള്ള ക്വസ്റ്റ്യൻ എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ എഴുതേണ്ട ഇത്രയേ ഉള്ളൂ, ഈ പറഞ്ഞ അധിക ചോദ്യങ്ങളും ഉത്തരങ്ങളുടെ ആശയങ്ങൾ എന്താണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അതിന്റെയും കൂടെ അറിവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇൻ കേസ് നിങ്ങൾക്ക് നല്ലോണം അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കാം, ആ ക്വസ്റ്റ്യന്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ ഇത് എഴുതിക്കോളൂ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യന്റെയും ആൻസർ നിങ്ങൾക്ക് അറിയാം. രണ്ടും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നു നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ബെറ്റർ ഏത് എഴുതിയാൽ എനിക്ക് പെട്ടെന്ന് സമയം തീർക്കാൻ പറ്റുന്നുള്ള കാര്യം ചിന്തിക്കാം. ഏതെഴുതിയാൽ എനിക്ക് സമയം കൊണ്ട് കുറച്ച് സമയം കൊണ്ട് വേഗത്തിൽ കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. രണ്ട് ക്വസ്റ്റ്യനും അറിയാമെങ്കിൽ, രണ്ട് ക്വസ്റ്റ്യനും അറിയില്ലാത്തൊരു കണ്ടീഷനിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. ഓക്കെ, ആ ഒരു കണ്ടീഷനിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല ഒരു കാരണവശാലും മക്കളെ. അധിക ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, റെഡി, സെറ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്നെ മക്കൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ അടിപൊളിയായിട്ട് മലയാളം സെക്കൻഡിന് 40-ൽ 40 മാർക്ക് മേടിച്ചിരിക്കുന്നുള്ളത് ഹരി സാർ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമന്റ് ചെയ്യുക, വി ആർ റെഡി എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്തോളൂ. 23-ാം തീയതി സൺഡേ നമുക്ക് എന്ത് ചെയ്യാം, പാക്കലാം, അവിടെ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് പഠിക്കാം. ഓക്കെ, റെഡി, ഹാപ്പി ലേണിംഗ്.